ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാവേരിയുടെ ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ദിവസമാണ്. അതായത് ജയപാലൻ്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് കാവേരി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാവേരി ആണെങ്കിൽ അച്ഛൻ്റെ പെട്ടികളൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് തന്നെ ശാരദയും ഉണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ശാരദയുടെ കണ്ണിൽ ആ ചെയിൻ കിട്ടുന്നത്. നമ്മൾ ഇത്രയും നേരം കിടന്ന് തിരഞ്ഞിട്ട് കിട്ടാതിരുന്ന സാധനം ഇപ്പം താണ്ട് കിട്ടിയിരിക്കുന്നു എന്ന് ശാരദ പറയാം. അപ്പോൾ അച്ഛൻ്റെ പഴയ ഫോണും അതിൽ നിന്ന് കാവേരിക്ക് കിട്ടുക. കാവേരി അതിങ്ങനെ സൂക്ഷിച്ച് നോക്കുക. ഈ ഫോൺ അമ്മയുടെ കയ്യിലുണ്ടായിട്ട് അമ്മ എന്താ ഞങ്ങളോട് ആരോടും പറയാതിരുന്നത് എന്ന് ചോദിക്കുക. അതിന് നിങ്ങൾക്കെല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ, ഇതൊരു പഴയ ഫോണല്ലേ, അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ എന്ന് ശാരദ അപ്പോൾ പറയാം. അമ്മേ, ഞാൻ ഈ ഫോൺ എടുത്തോട്ടെ, ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തരാം എന്ന് പറയണം, ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാനാ എന്ന് പറയാം. അത് കേൾക്കുന്ന ശാരദ പറയും, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫോണാ, നീ ഇതുകൊണ്ട് നശിപ്പിക്കരുത്, ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കണം, എനിക്ക് തിരിച്ചു തരികയും വേണം എന്ന് പറയാം. ഉറപ്പായിട്ടും തരാം അമ്മേ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കാവേരിയും അതുപോലെ തന്നെ ഗംഗയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗംഗേച്ചി, ചേച്ചി എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കാം. അത് എടി, ഓപ്പറേഷനൊക്കെ 10 ലക്ഷം രൂപ വേണമെന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞത്, നമ്മളിപ്പോൾ എവിടെ പോയി കാശുണ്ടാക്കും, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതാ എന്ന് പറയണേ. അപ്പോൾ അവർ തമ്മിലുള്ള ഈ സംസാരം കേട്ടുകൊണ്ട് വിനീതും അങ്ങോട്ട് വരിക. അപ്പം ഗംഗ പറയും, നമുക്ക് ഈ വീട് സ്ഥലവും അങ്ങ് വിറ്റാലോ അല്ലെങ്കിൽ പണയം വെക്കോ എന്തേലും ചെയ്താലോ എന്ന് ചോദിക്കുക. അത് നടക്കുമോ എന്ന് അപ്പോൾ വിനീത് അവരോട് ഇരുവരോടുമായിട്ട് ചോദിക്കാം. അതെന്താ നടക്കാത്തത് വിനീതേട്ട എന്ന് ഗംഗ പറയാണ്. വിനീതേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഗംഗേച്ചി, ഈ വീട് അച്ഛൻ്റെ പേരിലുള്ളതല്ലേ, ഇതിപ്പോൾ നമ്മൾ പണയം വെക്കാനോ വിൽക്കാനോ പോയി കഴിഞ്ഞാൽ 100 നൂലാമാലകളായിരിക്കും. അല്ല, അച്ഛൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അവകാശമുള്ളതല്ലേ, അമ്മ ഒപ്പിട്ട് കൊടുത്താലും അത് മൂല്യമില്ലേ എന്ന് അപ്പോൾ ഗംഗ ചോദിക്കാം. നമ്മൾ ബാങ്കിൽ കൊണ്ട് പണയം വെക്കാൻ പോയാൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആർക്കെങ്കിലും പണയം വെക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന വിനീത് പറയും, അവിടെ നല്ല പലിശയായിരിക്കും. അപ്പം പെട്ടെന്ന് കാവേരി പറയും, ഈ വീട് സ്ഥലവും അവർ സ്വന്തമാക്കാനേ നോക്കുള്ളൂ, നമ്മൾ എത്രയൊക്കെ പലിശ കറക്റ്റ് അടച്ചാലും എന്തേലും കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് അവർക്ക് നേടിയെടുക്കാൻ നോക്കും എന്ന് പറയാം. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ എന്ത് വഴിയാണ് ഉള്ളതടി എന്ന് ഗംഗ അപ്പം ചോദിക്കുകയാണ്. ചേച്ചി, നമ്മൾ അത്ര തീരെ പൈസ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ, നമ്മുടെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയതൊക്കെ ആർക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടി തന്നെയല്ലേ. നമ്മുടെ അച്ഛൻ്റെ ഒരു ആയുസിൻ്റെ വിലയാ ആ ജയപാലൻ കൈക്കലാക്കി വെച്ചിരിക്കുന്ന തോട്ടം, ആ തോട്ടം നമുക്ക് തിരിച്ച് മേടിച്ചെടുക്കണം ചേച്ചി എന്ന് പറയാം. എടി, അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, തെളിവുകളൊന്നും നമുക്ക് അനുകൂലമായിട്ടില്ല, അയാളുടെ കയ്യിൽ ബന്ധങ്ങളും പോലീസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ഒതുക്കി തീർക്കാനല്ലേ അയാൾ ശ്രമിക്കത്തുള്ളൂ എന്ന് അപ്പം കാവേരിയുടെ ഗംഗ പറയാ. ഗംഗേച്ചി, ചേച്ചി എന്നോട് പറഞ്ഞതാ ഈ തോട്ടത്തിൻ്റെ കാര്യത്തിന് ചേച്ചി എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന്, എന്നിട്ടിപ്പോൾ കാല് മാറുന്നോ? ഞാൻ കാല് മാറുന്നതൊന്നും അല്ലടി, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ, ആ തോട്ടം നമ്മുടെ അച്ഛൻ്റെ പണം കൊണ്ട് മേടിച്ചതാണെന്ന് അയാൾ ഒരിക്കലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല, നമ്മൾ കുറേ ശ്രമിച്ചതല്ലേ എന്ന് പറയാം. ഇതങ്ങനല്ല ചേച്ചി, നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആ തോട്ടം, നമ്മുടെ അച്ഛൻ്റെ ആയുസിൻ്റെ വിലയാ, അതങ്ങനെ അയാൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കാം. ചേച്ചി കണ്ടോ, അയാളെ കൊണ്ട് തന്നെ ആ തോട്ടത്തിൻ്റെ കാശ് ഞാൻ തിരിച്ച് മേടിച്ചിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കില്ല, അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം, ചേച്ചി എതിർപ്പായിട്ട് നിൽക്കാതിരുന്നാൽ മതി, എൻ്റെ കൂടെ നിൽക്കുകയും വേണം എന്ന് പറയാം. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, നീ എന്ത് ചെയ്താലും നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടാകും, അതുപോരെ എന്ന് ഗംഗ അപ്പം പറയാൻ കേട്ടോ. കാവേരി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ, എങ്ങനെയും ആ തോട്ടത്തിൻ്റെ പൈസ കൈക്കലാക്കണം എന്ന് തന്നെയാണ് കാവേരിക്ക്. അപ്പോൾ കാവേരി നേരെ ആ തോട്ടത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ശിവരാമൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി കാണുമ്പോൾ തന്നെ ശിവരാമൻ സംസാരിക്കാൻ കൂട്ടാക്കാതെ പോകുക. കാവേരി മോളെ, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ, എൻ്റെ പിന്നാലെ നടന്നാലും ഒന്നും ഞാൻ വിട്ടു പറയാൻ പോകുന്നില്ലെന്ന്. ഈ നാട്ടിലുള്ളവരൊക്കെ എന്നെപ്പറ്റി പറയാറുണ്ട്, ജയപാലൻ്റെ കാവൽ പട്ടിയാ ഞാനെന്ന്. അങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കാവൽ നായകൾക്ക് നന്ദിയെങ്കിലും ഉണ്ടാകും. ഞാനും എൻ്റെ യജമാനോടുള്ള നന്ദിയാ ഇപ്പം കാണിക്കുന്നത്. കുട്ടി എത്രയൊക്കെ ശ്രമിച്ചാലും എൻ്റെ വായിൽ നിന്ന് ഒന്നും വീഴാൻ പോകുന്നില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി പറയും, അപ്പം ജയപാലൻ സാർ എന്തൊക്കെയോ നീതികേട് കാണിച്ചിട്ടുണ്ടെന്ന് ശിവരാമേട്ടനും അറിയാം, അത് മറച്ചു പിടിച്ചിരിക്കുകയാണല്ലേ. സാരമില്ല, ശിവരാമേട്ടൻ്റെ മനസ്സിൽ നിന്നും ഒന്നും വീഴത്തില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പെട്ടെന്ന് കാവേരി തൻ്റെ അച്ഛൻ്റെ ഫോണിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ശിവരാമനെ കേൾപ്പിക്കുകയാണ് കേട്ടോ. അതിലെ ശബ്ദം നമ്മുടെ അരവിന്ദൻ്റെ തന്നെയാണ്. എടാ ശിവരാമ, നിനക്ക് സുഖമല്ലേടാ എന്നും പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ഞാനവിടെ 5 ഏക്കർ തോട്ടം മേടിച്ചിട്ടുണ്ട്. നിനക്കിത് അറിയാമായിരിക്കുമല്ലോ, ഞാൻ അയച്ചു തരുന്ന കാശ് ജയപാലൻ നിൻ്റെ കയ്യിലായിരിക്കുമല്ലോ ഉടമസ്ഥനെ കൊടുക്കാനായിട്ട്
തന്നയക്കുന്നത്? എന്നെപ്പറ്റിയുള്ള സകല കാര്യങ്ങളും നിനക്കും അറിയാമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഈ ഓണത്തിന് ഞാൻ വരുമ്പം ആ തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ അങ്ങ് നടത്തണോടാ എന്ന് ആണ് അരവിന്ദൻ പറയുന്നത്. അപ്പം അരവിന്ദൻ്റെ ശബ്ദം കേൾക്കുന്ന ശിവരാമൻ ശ്രദ്ധിച്ച് കേൾക്കാണ്. ദേ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ മാത്രമല്ല, അന്ന് നിനക്കും 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. നീയും വിശ്രമിക്കേണ്ട സമയമൊക്കെ ആയടാ. എനിക്കറിയാം നിൻ്റെ കാലിനൊക്കെ നല്ല വേദനയാണെന്ന്. ദേ, ഈ ഓണത്തിന് ഞാൻ നാട്ടിൽ വരുമ്പം എൻ്റെ 5 ഏക്കറും അതിന് തൊട്ടടുത്ത് തന്നെ 10 സെൻറ്റ് സ്ഥലം നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നേ. നീയും ഭാരതിയും സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് തന്നെ അവിടെ താമസിക്കണം. പിന്നെ നീ ഈ കാലുവേദനയും വെച്ച് ഒരുപാട് കട്ടുപ്പണിയൊന്നും ചെയ്യരുത് കേട്ടോടാ. ജയപാലനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിന്നെ കൊണ്ട് ഒരുപാട് പണിയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന്. പിന്നെ ഞാൻ എല്ലാ മാസവും നിൻ്റെ പേർക്ക് 15,000 രൂപ ജയപാലൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നുണ്ട്. നീ അത് കറക്റ്റായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. ഒരു 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരണമെന്ന്? ജയപാലനോട് ചോദിക്കുമ്പം അവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതങ്ങ് ഉഴപ്പും, മറന്നു പോകുന്നതാകും. ദേ, നിന്നോട് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് ജയപാലൻ്റെ ഫോണിലേക്ക് ഞാൻ ഈ ഓഡിയോ അയക്കുന്നത്. നിന്നെ അവൻ കാണിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ദേ, ജയപാലന് കയ്യിലുള്ള കാശ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നല്ല വിഷമമുള്ള കൂട്ടത്തിലാണെന്ന് നിനക്കും അറിയാലോ. അതുകൊണ്ട് ഞാൻ അയക്കുന്ന നിനക്ക് വേണ്ടിയുള്ള പൈസ നീ മേടിച്ചെടുത്തോണം. അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും സന്തോഷത്തോടെ ജീവിക്കാൻ അത് മതിയാകും. ഞാൻ നാട്ടിലൊന്ന് വന്നോട്ടെ, നിനക്കൊരു വീടും ഞാൻ വെച്ച് തരുന്നുണ്ട് കേട്ടോടാ എന്ന് പറയുന്നതിന് അത് അവസാനിക്കുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ശിവരാമൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞ് ഒഴുകുവാണേ. നന്ദിയുള്ള മൃഗവ നായ. പക്ഷേ ശിവരാമേട്ടൻ എൻ്റെ അച്ഛനോട് അത് കാണിച്ചില്ലല്ലോ എന്ന് കാവേരി ചോദിക്കുക. മോളെ കാവേരി, ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. ആ ജയപാലൻ അയാൾ ഈ കാണുന്നതൊന്നുമല്ല, ദുഷ്ടനാ. അയാളെ ഭയന്നിട്ടാ മോളോട് ഞാൻ ഒന്നും പറയാത്തത് എന്ന് പറയാ. ഇനി ഞാൻ എന്തിനാ മറച്ചു പിടിക്കുന്നത്? അയാൾ എന്നോട് ചെയ്തത് മുഴുവനും നീതികേടാ. മോളുടെ അച്ഛനെ മാത്രമല്ല എന്നെയും ചതിക്കുമായിരുന്നില്ലേ? അരവിന്ദൻ സാറ് 15,000 രൂപ വെച്ച് മാസം എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മോള് കണ്ടോ, എൻ്റെ 2 കാലുകളിലും നീരാ. ഇതും വെച്ച് എങ്ങനെയും പണിയെടുക്കുന്നത്. വീട് കഴിഞ്ഞു പോകണ്ടേ കുഞ്ഞെ, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് കരയാണ്. മോക്കറിയാവോ, മോളുടെ അച്ഛൻ മരിച്ചതല്ല, ആ ജയപാലൻ കൊന്നതാ എന്ന് പറയാ. അത് കേൾക്കുന്ന കാവേരി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ശിവരാമേട്ടൻ എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛനെ കൊന്നതാണെന്നോ എന്ന് ചോദിക്കുക. അതെ, കൊന്നത് തന്നെയാ. ആ തോട്ടത്തിൻ്റെ കാര്യം സംസാരിക്കാൻ അരവിന്ദൻ സാറ് ഇവിടെ വന്നിരുന്നു. അപ്പം തോട്ടം ഇനി മേടിക്കാൻ പറ്റില്ലെന്നും തോട്ടത്തിൻ്റെ ഓണർ കിടപ്പായി പോയി എന്നുമൊക്കെ ജയപാലൻ സാറ് അരവിന്ദൻ സാറിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഏകദേശം ജയപാലൻ്റെ ചതി അരവിന്ദൻ സാറിന് മനസ്സിലായതാ. അങ്ങനെ നെഞ്ചു പൊട്ടിയ ആ പാവം മരിക്കുന്നത് ഇവിടെ വെച്ചും സുഖമില്ലാതായതാ. പക്ഷെ ആ മനുഷ്യനെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള മനസ്സുപോലും ജയപാലൻ സാറ് കാണിച്ചില്ല. ആ പാവത്തെ കൊന്നത് അയാൾ. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ മനുഷ്യൻ്റെ മൃതദേഹത്തിന് മുന്നിൽ കിടന്ന് അയാൾ കരഞ്ഞതൊക്കെ വെറുതെയാ മോളെ. എല്ലാം അയാളുടെ അഭിനയമാണ്. എല്ലാം സ്വന്തം കയ്യിലാക്കിയല്ലോ ഉള്ള അഭിനയം എന്ന് പറഞ്ഞ് ശിവരാമനും കൂടെ കരയുവാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ അച്ഛൻ ജയപാലൻ്റെ ചതി അറിഞ്ഞ് നെഞ്ചുപൊട്ടി മരിച്ചതാക്കുമെന്ന് തനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ചതിയും അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് കാവേരി ഒരിക്കലും കരുതിയിരുന്നില്ല. ആ മണ്ണിലിരുന്ന് കാവേരി പൊട്ടിക്കരയോ. കുഞ്ഞെ, ഇങ്ങനെ കരയാതെ മോള് സമാധാനപ്പെട് എന്ന് അപ്പോൾ പറയാൻ കേട്ടോ ശിവരാമൻ നമ്മുടെ കാവേരിയോട്. എൻ്റെ അച്ഛനോട് ഇത്രയും ചതികൾ ചെയ്ത അയാളിനി സമാധാനത്തോടെ ജീവിക്കില്ല. ഈ കാവേരി ആരാണെന്ന് അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് കാവേരി ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. മോളെ സമാധാനപ്പെട്, കുഞ്ഞിൻ്റെ കൂടെ എന്തിനും ഈ ശിവരാമേട്ടനുണ്ടാകും. എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനും അവിടെ നിന്ന് കരയുവാണേ. ജയപാലനോടുള്ള ദേഷ്യവും വാശിയും എല്ലാം കൂടി കാവേരിയെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിൽ നമ്മുടെ നിളക്കുഞ്ഞിന് ഇപ്പം ക്ഷീണമൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പം ഗംഗയാണ് അടുത്തിരുന്ന് ആഹാരം വാരി കൊടുക്കുക. മോളെ, ഇത് മുഴുവനും നീ കഴിച്ചേ. നീ ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ തല കറങ്ങി വീഴുന്നത്. വേണ്ടാഞ്ഞിട്ടാ ഗംഗേച്ചി, എനിക്ക് വിശക്കുന്നില്ല, വായിക്കാത്തൊക്കെ എന്തോ പോലെയാ എന്ന് പറയാം. അത് ഈ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്, അതൊക്കെ മാറിക്കോളും. എൻ്റെ കുഞ്ഞിത് കഴിച്ചേ, ചേച്ചി പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് നിളയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുകയാണ് ഗംഗ. വേണ്ട ഗംഗേച്ചി, എനിക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടതായിരുന്നില്ലേ, ഇന്ന് ക്ലാസ് പോകില്ലേ എന്ന് പറയാം. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് നമ്മളിങ്ങ് വന്നതല്ലേ ഉള്ളൂ. മോളുടെ ക്ഷീണമൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോകാം, അത് പോരെ എന്ന് ചോദിക്കുക. ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മോള് ടെൻഷൻ അടിക്കണ്ട എന്ന് വീണ്ടും പറയാം. എനിക്ക് എന്തു പറ്റിയതാ ഗംഗേച്ചി എന്നപ്പം നീള വീണ്ടും ചോദിക്കാം. മോൾക്ക് ഒരു കുഴപ്പമില്ല. മോളോട് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ, മഴയത്തും വെള്ളത്തിലും ഒന്നും കളിക്കാൻ പോകരുതെന്ന്, ഓടി കളിക്കരുതെന്ന്. ഇന്നലെ സ്കൂളിൽ വെച്ച് കളിച്ചില്ലേ, അതുകൊണ്ടാ തല കറങ്ങി വീഴുന്നത്. ക്ഷീണം മാറിക്കഴിയുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകാം. ക്ഷീണമൊക്കെ മാറി മിടുക്കിയാവണമെങ്കിലേ ഗംഗേച്ചി തരുന്ന ഈ ആഹാരം കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് കഴിക്കുവാണ് കേട്ടോ. അപ്പം ഗംഗയും
നിളയും അവിടെ നിന്ന് മാറുമ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന ശാരദയും രാധമ്മയും കൂടി സംസാരിക്കുക. രാധമ്മ പറയും, എൻ്റെ കുഞ്ഞിന് ചെറിയ പ്രായത്തിൽ ഇത്രയേറെ വേദന അനുഭവിക്കേണ്ടി വന്നല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുക. സാരമില്ലമ്മേ, എല്ലാം വിധിയാ, എന്തെങ്കിലും നമുക്ക് ചെയ്തല്ലേ പറ്റൂ. എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം കീറി മുറിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് ശാരദ പറയാം. ശാരദ, ഈ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? ഒന്നു മാറി ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ എന്ന് രാധമ്മ പറയാണ്. എന്ത് പ്രശ്നം അമ്മേ? വീടിന് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതിന് ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന കട്ടകളും കോൺക്രീറ്റും എന്തും പറയാനാ എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്കറിയാവോ, കാവേരി എന്നോട് തിരുവനന്തപുരത്തേക്ക് മാറുന്നതിനെ പറ്റി സംസാരിച്ചു. നിളയ്ക്ക് ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ആദ്യം കേട്ടപ്പം എനിക്കും സങ്കടം വന്നു. നമ്മളിവിടെയല്ലേ ജീവിച്ചത്, ഈ വീടുമായിട്ടൊരു ആത്മബന്ധമില്ലേ? പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാ, ഒരായുസ് മുഴുവനും എൻ്റെ അരവിന്ദേട്ടൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനും വയ്യാതെ വന്നു. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റിയല്ലേ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. എത്ര നാൾ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടും? ആരമ്മേ നമുക്കിവിടെ ഉള്ളത്? ആരുമില്ല. കുറച്ച് വേദനകൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ. അതുകൊണ്ട് എങ്ങോട്ട് മാറിയാലും ഒരു കുഴപ്പവും ഇല്ലെന്നൊരു തീരുമാനത്തിൽ ഞാനും എത്തിച്ചേർന്നു. പക്ഷെ തിരുവനന്തപുരത്തേക്ക് എങ്ങനെ പോവുക? അവിടെ നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളത്? എവിടെ താമസിക്കും? നൂറ് ചിന്തകളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് സഹായമാകാൻ പോലും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദ അവിടെ ഇരുന്ന് കരയാണ്. അപ്പം രാധമ്മ അത് ഓരോന്നൊക്കെ പറഞ്ഞ് ശാരദയെ സമാധാനിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിയൂട്ടോ. നമ്മുടെ കാവേരി രണ്ടും കൽപ്പിച്ച് നേരെ ചെല്ലുന്നത് ജയപാലൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ കാവേരി വെറുതെ ഒന്നും ഇരിക്കുന്നില്ല. ജയപാലനെ മുൾമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട്. അത് വരും എപ്പിസോഡുകളിലാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.